അർച്ചനടുത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നിനക്ക് വേണ്ടി അച്ഛനടുത്തി ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്. അല്ല, എന്തായി ബിസിനസിന്റെ കാര്യങ്ങള്? അതെല്ലാം സെറ്റായി. നമ്മുടെ ലൈഫ് ഇനി കളറാവും. സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം. അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും കരുതണ്ട. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അർച്ചന മേഡം, ധനുഷ് എന്തായി കാണിക്കുന്നത്? ദൈവങ്ങളുടെ മുൻപിലാണ് സാധാരണ മനുഷ്യൻ കൈകൂപ്പുന്നത്. അർച്ചന മേഡം ഇപ്പോ എന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നിൽക്കുന്നത്. മാഡം ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഇവളെ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ആര് പറഞ്ഞു? ഈ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ചിക്കൻ ബോക്സ് ട്രീറ്റ് ചെയ്യുന്ന നല്ല ഡോക്ടർമാരും ഉണ്ട്. പണം കൊടുത്താൽ ഏത് ഹോസ്പിറ്റലിലും നല്ല കെയറും കിട്ടും. ഞാൻ എൻ്റെ കടമ ചെയ്തു, അത്രേ ഉള്ളൂ. അവന്തിക മാഡത്തോട് ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞുകൂടി നോക്കിയില്ല. പിന്നെ ആരെ വിളിക്കണമെന്നുള്ള എനിക്കൊരു പ്രാർത്ഥിക്കാറേ ഉള്ളൂന്നറിയാം. എന്നാലും താങ്ക്സ്. ഇതാ ഇപ്പൊ നന്നായേ. ഞാൻ എന്ത് ചെയ്തുന്നാ ഈ പറയുന്നത്? ഈ നാട്ടില് ചിക്കൻ ബോക്സ് വന്ന എല്ലാരെയും എവിടെയെങ്കിലും കൊണ്ട് കളയുകയാണോ ചെയ്യുന്നത്? അവരുടെയൊക്കെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ എന്താ ചെയ്യുന്നത്? അസുഖം മാറുന്നത് വരെ അവരെ നോക്കും. ഞാനും അത്രേ ചെയ്തുള്ളൂ. എന്തായാലും ധനുഷിപ്പ വന്നല്ലോ, എന്റെ ജോലി കഴിഞ്ഞു. ഇനി ധനുഷ് വേണം സ്നേഹം നോക്കാൻ. നോക്കിക്കോളാം, പൊന്നുപോലും ഞാനിവിടെ നോക്കിക്കോളാം. എന്നാലും താങ്ക്സ്. അർച്ചനടുത്തി പോയത് കണ്ടില്ലേ? ഈ ചെയ്തതൊന്നും ഒരു മഹാകാര്യമല്ലെന്ന മട്ടില്ല. അതാണ് എന്റെ ഏട്ടത്തിയമ്മ. ആരെന്നാ പറഞ്ഞ? ഏട്ടത്തിയമ്മ. സച്ചേട്ടാ ചായ. അർച്ചനേട്ടത്തി എഴുന്നേറ്റില്ലേ? ഇല്ല, നല്ല ഉറക്ക. എന്നാ പിന്നെ ഞാൻ ചായ എടുത്തിട്ട് വരാം. അർച്ചനേട്ടത്തി, ഏട്ടത്തി, ദേ ചായ, എഴുന്നേറ്റേ.
എനിക്ക് ഏട്ടത്തി എന്താ? ദേ മുഖത്ത് സച്ചേട്ടാ, ആതിരേ, ഒന്ന് ഓടി വന്നേ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? അവരെയൊക്കെ എന്തിനാ വിളിക്കുന്നേ? ഏട്ടത്തിയുടെ മുഖത്ത് ഏട്ടത്തി ഇത് ചിക്കൻ ബോക്സ് തന്നെയാ. ഒരാള് കുളിച്ചു കയറിയ അയാളെ നോക്കുന്ന ആൾക്ക് രോഗം പകരുമെന്ന് പറയുന്നത് സത്യാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നവർക്ക് പിന്നീട് വരില്ലെന്ന് ഏട്ടത്തി പറഞ്ഞതോ? അതിന് എനിക്ക് ചിക്കൻ ബോക്സ് മുമ്പ് വന്നിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളാരും ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയാ എന്നെ അങ്ങനെ പറഞ്ഞേ. അപ്പോ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നോ? അല്ല, ഞാനല്ലേ അവളെ നോക്കിയിരുന്നത്. അതുകൊണ്ട് എനിക്കിത് വരുമെന്ന് ഉറപ്പായിരുന്നു. എന്നേരത്തെ നീ പേടിക്കൊന്നും വേണ്ട. എനിക്കൊരു പേടിയില്ല. എന്താ എന്തുപറ്റി? എന്താ എന്താ ഇവിടെ? അച്ഛാ, എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നേ? ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. സ്നേഹ കുളിച്ചു കയറിയപ്പോ അതെനിക്ക് പകർന്നു, അത്രേ ഉള്ളൂ. എല്ലാരും പൊയ്ക്കോളൂ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. മോളെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. അതുകൊള്ള സ്നേഹയ്ക്ക് അസുഖം വന്നപ്പോ അവളെ ആശുപത്രി കൊണ്ടുപോവാതെ എനിക്ക് വന്നപ്പോ ആശുപത്രി പോവാനും അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ആതിരേ, കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന്റെ കാര്യം നീ ഒന്ന് നോക്കണേ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കോളാം. എന്നാ പിന്നെ എല്ലാരും പോയേ. ഇന്നു മുതല് ഞാൻ ഈ റൂമിലെ മഹാറാണിയാ. എനിക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ നിങ്ങളിവിടെ എത്തിക്കണം. മോളെ, എന്താ അച്ഛാ? കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അച്ഛന് മരുന്ന് എടുത്തു തരാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അത് അനഘ ചെയ്തോളൂ. നിന്നെ ഒരു നേരം ഒന്ന് കണ്ടില്ലെങ്കിൽ പോലും അച്ഛനത് വിഷമോ. ഇതിപ്പോ എല്ലാരും കൂടി സംസാരിച്ച് ഇതാകെ സെന്റിയാക്കണ്ട. എല്ലാരും പോയേ. അനഘ, നിന്നോടും കൂടിയാ പറഞ്ഞേ. ഞാനെന്നാ മോളെ എടുക്കട്ടെ.
വേണ്ട, തൊടണ്ട. ചിലപ്പോ പകരും. ഏയ്, ആ പേടി എനിക്കില്ല. മുമ്പ് എനിക്ക് വന്നിട്ടുള്ളതാ. അന്ന് ഇതുപോലെ ആയിരുന്നില്ല. ആ വേദന ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരാൾക്കേ 2 തവണ ചിക്കൻ പോക്സ് വരില്ലടോ. ഇനി ആ ഗസ്റ്റ് റൂമിൽ കിടന്നാ മതി. ഓഫീസിൽ പോണ്ടതല്ലേ. ഇന്നു മുതൽ തന്റെ അസുഖം മാറുന്നതുവരെ ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നെ നോക്കാൻ വേണ്ടി വെറുതെ ഓഫീസിൽ പോവാതിരിക്കണ്ട. എനിക്കുള്ള ഭക്ഷണവും വെള്ളവും മുറിയുടെ വാതിൽക്കൽ വെച്ചാൽ മതി. ഞാൻ എടുത്തോളാം. മരുന്ന് കഴിച്ച് ഒരാഴ്ച റെസ്റ്റ് എടുത്താ ഇതങ്ങ് മാറിക്കോളും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇന്നുവരെ നമ്മൾ ഒരുമിച്ചല്ലാതെ ഉറങ്ങിയിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും? പിന്നെ ഇപ്പൊ തനിക്ക് അസുഖം വന്നോണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കണമെന്നാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. താനിപ്പോ ഒന്നും ഉദ്ദേശിക്കണ്ട. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താ വന്നേ, റൂമിൽ ഇരിക്കും. വാ വാ. ഇവിടെ ഇരിക്കും. ചായ തണുത്തുപോയി. ഞാൻ വേറെ കൊണ്ടുവരാം. വേണ്ട, അതിങ്ങ് തന്നാ മതി. സത്യമാണോ? എന്താ നിന്റെ ഉദ്ദേശം? മരണവെപ്രാളം പിടിച്ച് നീ എങ്ങോട്ടേ ഓടുന്നു? മാറി നിക്ക്. എനിക്ക് അർച്ചനയെടുത്തി കാണണം. നീ പോയി മര്യാദയ്ക്ക് തിരിച്ചു പോ. ആ ഔട്ട് ഹൗസിൽ എങ്ങനെ പോയിരിക്കേ. അർച്ചനെ ആരെങ്കിലും ഹോസ്പിറ്റലാക്കിക്കോളും. നിങ്ങൾക്ക് കണ്ണീ ചൊരയില്ലേ? സ്നേഹിക്ക് അസുഖം വന്നപ്പോ അർച്ചനേട്ടത്തി അതൊന്നും ഓർത്തില്ലല്ലോ. സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ സ്നേഹ അർച്ചനേട്ടത്തി നോക്കിയത്. ഇവൾക്ക് അസുഖം വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആരും കേട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? അർച്ചനയ്ക്ക് രോഗം പറഞ്ഞില്ലേ? അർച്ചനയെടുത്തിയുടെ രോഗം അവരുടെ തൊലിയുടെ പുറത്താ. നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനകത്താ. ഞാനൊരു പാവയല്ല. കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം ഫോണിൽ പോലും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. ആ, ഫോണിൽ കൂടി രോഗം പകരുമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. പാവ അർച്ചനയെടുത്തി എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? രാത്രി ആ പാവ ഒരു ഷീറ്റ് വിരിച്ച് ആ നിലത്ത് കിടന്നാ ഉറങ്ങിയത്. ഞാൻ എന്തൊക്കെ ആ പാവത്തിന് പറഞ്ഞിട്ടുണ്ട്, എത്ര ശത്രുതയോടെ അവരോട് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ഓർക്കാതെ എനിക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടത് ഞാൻ മറക്കില്ല. ഈ പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോ അർച്ചനടുത്തേക്ക് അസുഖം വന്നപ്പോ ഞാൻ മാറി നിൽക്കണോ അല്ലേ? എനിക്ക് സൗകര്യമില്ല. അത് പിന്നെ നിനക്ക് എന്തറിയാം? നിനക്ക് രോഗം വന്നപ്പോ നിന്നെ
താൻ പറഞ്ഞ സത്യമാണോ? അവന് സ്നേഹയോട് ശരിക്കും സ്നേഹമുണ്ടോ? നമ്മൾ ആരും വിചാരിക്കാത്ത അടുപ്പവും സ്നേഹമൊക്കെ അവര് തമ്മിലുണ്ട്. അപ്പോ അവളുടെ സെലക്ഷൻ തെറ്റിയില്ല. തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയിന്നേ ഉള്ളൂ. ആള് അവള് സെലക്ട് ചെയ്യുന്നൊന്നും തെറ്റില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? പിന്നെ എന്തിനായിരുന്നു ആങ്ങളമാര് 3 പേരും കൂടി ഇവിടെ കിടന്ന് ഈ ബഹളം എല്ലാം വെച്ചത്? അത് ഞങ്ങൾ മാത്രമല്ലല്ലോ. അവളുടെ കല്യാണത്തിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് താനും കൂടിയല്ലേ? അത് പിന്നെ ആരും അറിയാത്തൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യാ? ആരായാലും അതിനെ എതിർക്കും. ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. ഇനി നന്ദേട്ടന്റെ സന്ദീപിന്റെ മനസ്സിൽ നിന്ന് അവളോടുള്ള ദേഷ്യം മാറ്റണം. അതൊക്കെ മാറിക്കോളും. അവർക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ. ഈ വീട്ടിൽ അത് ആഘോഷമായിരിക്കും. നോക്കിക്കോ. അതിന്റെ മുൻനിരയിൽ കാണും നന്ദേട്ടനും സന്ദീപും. അപ്പോ അവളുടെ മക്കള് ഞങ്ങൾ എന്തായിരിക്കും വിളിക്കുന്നേ? അമ്മാവെന്നോ അങ്കിളെന്നോ? എന്റെ പൊന്നേ, പറഞ്ഞ് ഞാനങ്ങ് തിരിച്ചെടുത്തു. സച്ചേട്ടൻ്റെ ഒരു കാര്യം. ഈ സച്ചേട്ടൻ്റെ ഒരു കാര്യം. അതെ, ഇന്നത്തെ സന്തോഷത്തിന്റെ കോട്ട കഴിഞ്ഞു. എനിക്ക് നല്ല ദാഹമുണ്ട്. സച്ചേട്ടൻ പോയിട്ടെ കുറച്ച് ജ്യൂസ് എടുത്തോണ്ട് തരുമോ? ഓ, അതിനെന്താ, ഞാൻ എടുത്തോണ്ട് വരാം. ആഹാ, നീയോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ കുളിച്ചായിരുന്നോ? മരുന്നൊക്കെ കഴിച്ചില്ലേ? അതൊക്കെ ചെയ്തു. കുറച്ചു നേരം ഏട്ടത്തിയുടെ അടുത്ത് ഇരിക്കാനാ ഇങ്ങോട്ട് വന്നേ. അതൊന്നും വേണ്ട. നിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. നീ പോയി വിശ്രമിക്ക്. എന്റെ അടുത്ത് സച്ചേട്ടൻ ഇരുന്നോളൂ. ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഞാൻ കേട്ടു എടുത്തി. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ടല്ലോ. അത് മതി. ഏട്ടന്മാരായ അങ്ങനെയാ. അഹങ്കാരം കാണിച്ച അനിയത്തിയാണെന്നൊന്നും നോക്കില്ല. നല്ല വീക്ക് വെച്ചേരും. പക്ഷെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ചെയ്യും. നീ എന്തിനെങ്ങനെ വെളിയിറങ്ങി നടക്കുന്നേ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നാ പോരെ? എന്തിനാ മോളെ നീ കരയുന്നേ? വിഷമിക്കണ്ട. താമസിയാതെ അച്ഛൻ നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് വിളിക്കും. ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് ചെറിയൊരു ശിക്ഷയായിട്ട് കരുതിയാൽ മതി. എനിക്കൊന്നും വേണമെന്നില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അസുഖം ഭേദമായി കണ്ടാൽ മതി.